ജൂൺ മാസത്തിലെ ഇടവപ്പാതി മഴയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു പെയ്ത്തല്ല, ആകാശത്തു നിന്ന് ആരോ വലിയൊരു ജലപാത്രം കമിഴ്ത്തി വയ്ക്കുന്നത് പോലെയുള്ള വീഴ്ചയാണ്. ടൗൺ ഹാളിൻ്റെ മുന്നിലെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ തകര ഷീറ്റ് മേൽക്കൂരയിൽ മഴത്തുള്ളികൾ വീണ് ചിതറുന്ന ശബ്ദം ചെവിയിൽ ഈയം ഉരുക്കിയൊഴിക്കുന്നത് പോലെയാണ് രവിക്ക് തോന്നിയത്. KL07BQ 48216 അതായിരുന്നു രവിയുടെ വണ്ടി. കറുപ്പും മഞ്ഞയും പെയിൻ്റടിച്ച പഴക്കം ചെന്ന ഒരു ബജാജ് 2 സ്ട്രോക്ക് ഓട്ടോറിക്ഷ. വണ്ടിയുടെ ഇടതുവശത്തെ റിയർവ്യൂ മിറർ ഇത്തിരി ഇളക്കമുണ്ട്. അത് ശരിയാക്കാൻ സമയം കിട്ടിയിട്ടില്ല. സ്റ്റാൻഡിലെ മങ്ങിയ തെരുവുവിളക്കിൻ്റെ വെളിച്ചത്തിൽ വിൻഷീൽഡിലൂടെ ഒഴുകിയിറങ്ങുന്ന മഴവെള്ളം രവിയുടെ കാഴ്ചയെ മറച്ചു. അയാൾ കാക്കി ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് നനഞ്ഞ ബീഡി പാക്കറ്റ് പുറത്തെടുത്തു. വിരലുകൾ തണുത്ത് മരവിച്ചിരുന്നു. ലൈറ്റർ കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും കാറ്റത്തത് പലതവണ അണഞ്ഞുപോയി. ഒടുവിൽ വണ്ടിയുടെ ഉള്ളിലേക്ക് അല്പം കുനിഞ്ഞ് കാറ്റ് തട്ടാതെ അയാൾ ബീഡിക്ക് തീ കൊളുത്തി. ആഞ്ഞൊരു പുകയെടുത്തപ്പോൾ തൊണ്ടയിൽ ഒരു കാറലുണ്ടായി. എങ്കിലും ആ തണുപ്പിൽ ആ ചൂട് ഒരു ആശ്വാസമായിരുന്നു. രവിയേട്ടാ, പോണില്ലേ? തൊട്ടപ്പുറത്തെ വണ്ടിയിൽ നിന്ന് സുമേഷിൻ്റെ ചോദ്യം. സുമേഷ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇല്ലടാ, ഒരു ഓട്ടം കൂടി കിട്ടുമോ എന്ന് നോക്കട്ടെ, ഇന്ന് കളക്ഷൻ കുറവാ, രവി മറുപടി പറഞ്ഞു. ഇനി ആര് വരാനാ ചേട്ടാ? സമയം 11:30 ആകാറായി. കടകളെല്ലാം പൂട്ടി. ഈ മഴയത്ത് പട്ടികൾ പോലും പുറത്തിറങ്ങാറില്ല, സുമേഷ് പറഞ്ഞു. സുമേഷ് പറഞ്ഞത് സത്യമാണ്. ടൗൺ ഉറങ്ങിക്കഴിഞ്ഞു. ദൂരെ ഒരു മെഡിക്കൽ ഷോപ്പിൻ്റെ ബോർഡ് മാത്രം മിന്നിക്കത്തുന്നുണ്ട്. ബാക്കിയെല്ലാം ഇരുട്ടിലാണ്. റോഡിലൂടെ വല്ലപ്പോഴും ചീറിപ്പായുന്ന ലോറികൾ തെറിപ്പിക്കുന്ന ചെളിവെള്ളം മാത്രം ബാക്കി. രവി സീറ്റിനടിയിലുള്ള ചെറിയ പ്ലാസ്റ്റിക് ഡബ്ബ തുറന്ന് ഇന്നത്തെ സമ്പാദ്യം എണ്ണി നോക്കി. ചുളിവ് വീണ 10 രൂപ നോട്ടുകളും കീറിയ 20 നോട്ടുകളും കുറച്ച് ചില്ലറകളും. ആകെ 530 രൂപ. ഡീസലിന് കൊടുത്തത് 200. രാവിലെ ഓയിൽ മാറ്റിയതിൻ്റെ കടം തീർക്കാൻ 100. ബാക്കി കയ്യിലുള്ളത് തുച്ഛമായ തുക. വീട്ടിൽ റേഷൻ വാങ്ങണം. മോളുടെ സ്കൂൾ ഫീസ് അടുത്ത ആഴ്ച അടയ്ക്കണം. ഭാര്യ രാധയുടെ മരുന്ന് തീരാറായി. രവി നെടുവീർപ്പിട്ടു. പണം തിരികെ ഡബ്ബയിലിട്ട് അടച്ചു. ആ ശബ്ദം മഴയുടെ ഇരമ്പലിനിടയിലും വ്യക്തമായി കേട്ടു. ഓട്ടോയുടെ പിൻസീറ്റിലെ റെക്സിൻ കവറിൽ എവിടെയോ ഒരു കീറലുണ്ട്. അതിലൂടെ സീറ്റിലെ സ്പോഞ്ചിലേക്ക് വെള്ളം കിനിഞ്ഞിറങ്ങുന്നുണ്ട്. നാളെ അതൊന്ന് ഒട്ടിക്കണം. ഓരോ ദിവസവും ഓരോ പണികൾ. ജീവിതം പോലെ തന്നെ ഈ വണ്ടിയും ഓടിത്തളർന്നിരിക്കുകയാണ്. പെട്ടെന്നാണ് സ്റ്റാൻഡിൻ്റെ അറ്റത്തുള്ള ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഒരു അനക്കം രവി ശ്രദ്ധിച്ചത്. ഇരുട്ടാണ്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം അവിടേക്ക് എത്തുന്നില്ല. ആരോ നിൽക്കുന്നുണ്ടോ? അതോ വെറും തോന്നലാണോ? രവി കണ്ണുകൂർപ്പിച്ച് നോക്കി. കനത്ത മഴ. കാറ്റ് മരച്ചില്ലകളെ ഉലയ്ക്കുന്നു. അവിടെ ഒരാളുണ്ട്. ഒരു മനുഷ്യരൂപം. കുടയില്ല, മഴക്കോട്ടില്ല. അയാൾ ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങി നിന്നു. നനഞ്ഞു കുതിർന്ന ഒരു വെള്ള ഷർട്ട്. മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ട്. കയ്യിൽ പഴയൊരു തുകൽ ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. സുമേഷിൻ്റെ വണ്ടി അപ്പോഴേക്കും സ്റ്റാൻഡ് വിട്ടുപോയിരുന്നു. ഇപ്പോൾ അവിടെ രവിയുടെ വണ്ടി മാത്രം. ആ മനുഷ്യൻ സാവധാനം ഓട്ടോയുടെ അടുത്തേക്ക് നടന്നു വന്നു. അയാളുടെ നടത്തത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഒട്ടും ധൃതിയില്ല. ഈ പെരുമഴയത്ത് സാധാരണ ആരും ഓടി രക്ഷപ്പെടാനാണ് നോക്കുക. എന്നാൽ ഇയാൾ മഴയെ ആസ്വദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മഴയൊന്നും തന്നെ ബാധിക്കുന്നില്ലെന്ന മട്ടിലാണ് നടക്കുന്നത്. രവി വൈപ്പർ ഓൺ ചെയ്തു. ഒരു ശബ്ദത്തോടെ വൈപ്പർ ബ്ലേഡ് ഗ്ലാസ്സിലെ വെള്ളം വടിച്ചു മാറ്റി. ആ മനുഷ്യൻ വണ്ടിയുടെ ഇടതുവശത്തേക്ക് വന്നു നിന്നു. മുഖം വ്യക്തമല്ല. മുടി നനഞ്ഞ് നെറ്റിയിലേക്ക് ഒട്ടിയിരിക്കുന്നു. പ്രായം 50നോടടുക്കും. കണ്ണിന് താഴെ കറുത്ത പാടുകൾ. ആഴത്തിലുള്ള വെളിച്ചമില്ലാത്ത കണ്ണുകൾ. ഓട്ടമുണ്ടോ? ശബ്ദം നേർത്തതായിരുന്നു. കാറ്റിൻ്റെ ഇരമ്പലിനേക്കാൾ താഴ്ന്ന ശബ്ദം. പക്ഷെ അത് രവിയുടെ കാതുകളിൽ വ്യക്തമായി പതിഞ്ഞു. എങ്ങോട്ടാ? രവി ചോദിച്ചു. വടക്കേക്കര, പഴയ പള്ളിക്ക് സമീപം. രവി ഒന്നു മടിച്ചു. വടക്കേക്കര ഇവിടെ നിന്ന് 10 കിലോമീറ്റർ ദൂരമുണ്ട്. പോകുന്ന വഴി വിജനമാണ്. റബ്ബർ തോട്ടങ്ങളും പാടങ്ങളും മാത്രം. വഴിവിളക്കുകൾ കമ്മിയാണ്. മാത്രമല്ല ആ പഴയ പള്ളിയുടെ പരിസരം അത്ര പന്തിയില്ലാത്ത സ്ഥലമാണെന്നാണ് നാട്ടുകാരുടെ സംസാരം. പണ്ട് അവിടെ ഒരു സെമിത്തേരി ഉണ്ടായിരുന്നു പോലും. അങ്ങോട്ടിപ്പോൾ രവി ക്ലോക്കിൽ നോക്കി. തിരിച്ചു വരുമ്പോൾ ഓട്ടം കിട്ടില്ല ചേട്ടാ. മാത്രമല്ല റോഡ് മോശമാ.
യാത്രക്കാരൻ ഒന്നും മിണ്ടിയില്ല. അയാൾ തൻ്റെ ബാഗ് ഒന്നുകൂടി മുറുകെ പിടിച്ചു. പിന്നെ സാവധാനം പറഞ്ഞു, ഡബിൾ തരാം. സാധാരണഗതിയിൽ രവി നിരസിക്കേണ്ടതാണ്. വണ്ടിക്ക് ചെറിയൊരു മിസ്സിംഗ് ഉണ്ട്. പെട്രോൾ കുറവാണ്. ശരീരം തളർന്നിരിക്കുന്നു. പോരാത്തതിന് മനസ്സ് എന്തുകൊണ്ടോ വേണ്ടെന്നു പറയുന്നു. ഒരു അകാരണമായ ഭയം, അല്ലെങ്കിൽ ഒരു ജാഗ്രത. രവിയുടെ ഉള്ളിൽ അപായമണി മുഴക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഡബിൾ എന്ന വാക്ക്, ഇന്നത്തെ കളക്ഷൻ കുറവാണ്, നാളെ ഞായറാഴ്ചയാണ്, ഓട്ടം കുറവായിരിക്കും, ഒരു 200 രൂപ അധികം കിട്ടിയാൽ രാധയ്ക്ക് മരുന്ന് വാങ്ങാം. രവി ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ ബീഡിക്കുറ്റി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. കേറിക്കോ. യാത്രക്കാരൻ പിൻസീറ്റിലേക്ക് കയറി. വണ്ടിയുടെ സ്പ്രിങ്ങുകൾ ഒന്നമർന്നു. അയാൾ നനഞ്ഞൊലിച്ചാണ് കയറിയതെങ്കിലും വണ്ടിക്കുള്ളിലേക്ക് കയറിയപ്പോൾ ദേഹം കുടഞ്ഞില്ല. സാധാരണ ആളുകൾ കയറിയാൽ ഒന്ന് ദേഹം കുടയും, തല തുവർക്കും. പക്ഷേ അയാൾ അതൊന്നും ചെയ്തില്ല. ഒരു പ്രതിമ പോലെ സീറ്റിൻ്റെ മൂലയിലേക്ക് ഒതുങ്ങിയിരുന്നു. രവി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കിക്കറടിച്ചു. ആദ്യത്തെ തവണ വണ്ടി സ്റ്റാർട്ടായില്ല. രവി ശപിച്ചുകൊണ്ട് ചോക്ക് വലിച്ച് വീണ്ടും അടിച്ചു. എൻജിൻ മുരണ്ടു. നീലപ്പുക സൈലൻസറിലൂടെ പുറത്തേക്ക് വന്ന് മഴയിൽ ലയിച്ചു. രവി ഗിയറിട്ട് ക്ലച്ച് മെല്ലെ വിട്ടു. വണ്ടി സ്റ്റാൻഡിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങി. റിയർവ്യൂ മിററിലൂടെ രവി ഒന്ന് നോക്കി. ഇരുട്ടാണ്. പിന്നിലെ സീറ്റിൽ ആ മനുഷ്യൻ ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നത് ഇടയ്ക്കിടെ എതിരെ വരുന്ന വണ്ടികളുടെ ഹെഡ്ലൈറ്റ് വെളിച്ചം അയാളുടെ മുഖത്ത് വീഴുമ്പോൾ മാത്രമാണ്. അയാൾ അനങ്ങുന്നില്ല. കണ്ണുകൾ ചിമ്മുന്നില്ല. നോട്ടം തൻ്റെ പിറടിയിലാണോ അതോ പുറകിലെ ഇരുട്ടിലേക്കാണോ എന്ന് വ്യക്തമല്ല. നഗരത്തിൻ്റെ വെളിച്ചം പിന്നിലായി. ടൗൺ അതിർത്തി പിന്നിട്ടു. ഇനി ഇരുട്ടാണ്. റോഡിന് ഇരുവശവും വലിയ മരങ്ങൾ തലയുയർത്തി നിൽക്കുന്നു. മഴയുടെ ശക്തി കൂടി വന്നു. ഓട്ടോയുടെ ടാർപോളിൻ ഷീറ്റിൽ മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം ചെണ്ട കൊട്ടുന്നത് പോലെയായി. രവിക്ക് എന്തുകൊണ്ടോ വല്ലാത്തൊരു ദാഹം തോന്നി. കുപ്പിയെടുക്കാൻ കൈ നീട്ടിയപ്പോൾ അയാൾ ശ്രദ്ധിച്ചു, കയ്യിലെ രോമങ്ങൾ എഴുന്നു നിൽക്കുന്നു. തണുപ്പുകൊണ്ടാവണം. അല്ല, തണുപ്പല്ല. വണ്ടിക്കുള്ളിൽ ഒരു പ്രത്യേക ഗന്ധം. പഴകിയ തുണിയുടെ മണം. വർഷങ്ങളായി തുറക്കാത്ത അലമാരയിൽ സൂക്ഷിച്ച വസ്ത്രങ്ങളുടെ മണം. അതോടൊപ്പം നനഞ്ഞ മണ്ണിൻ്റെ മണവും. രവി മൂക്ക് വിടർത്തി. ഡീസലിൻ്റെ മണത്തേക്കാൾ ശക്തിയായി ആ ഗന്ധം വണ്ടിക്കുള്ളിൽ തങ്ങി നിൽക്കുന്നു. മഴ കുറവില്ലല്ലോ ചേട്ടാ? നിശബ്ദതയെ ഭഞ്ചിക്കാൻ വേണ്ടി രവി വെറുതെ ചോദിച്ചു. വണ്ടിക്കുള്ളിലെ മൂകത രവിയെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. മറുപടിയില്ല. യാത്രക്കാരൻ കേട്ടില്ലേ? വടക്കേക്കര പള്ളിയിലെ പെരുന്നാൾ അടുത്തോ? രവി വീണ്ടും ചോദിച്ചു. അല്പം ശബ്ദമുയർത്തി. പിന്നിൽ നിന്ന് ഒരു അനക്കവുമില്ല. രവി കണ്ണാടിയിലേക്ക് നോക്കി. അയാൾ അവിടെ തന്നെയുണ്ട്. ഇരിക്കുന്ന പൊസിഷൻ മാറിയിട്ടില്ല. അടുക്കുന്നു. ഒരു നിമിഷത്തിന് ശേഷം മറുപടി വന്നു. ആ ശബ്ദം, അത് മനുഷ്യൻ്റേതായിരുന്നില്ല. അല്ലെങ്കിൽ സാധാരണ തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദമല്ല. കിണറ്റിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്നത് പോലെയുള്ള മുഴക്കമുള്ള എന്നാൽ വളരെ പതിഞ്ഞ ശബ്ദം. രവി ഞെട്ടി സ്റ്റിയറിങ്ങിലെ പിടിയൽപ്പം മുറുക്കി. ആ ഒറ്റവാക്കിന് ശേഷം വീണ്ടും നിശബ്ദത. റോഡ് മോശമായി തുടങ്ങി. കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നു. ഓരോ കുഴിയിൽ വീഴുമ്പോഴും വണ്ടി ആകെ ഉലയുന്നുണ്ട്. സാധാരണ യാത്രക്കാരാണെങ്കിൽ നോക്കിപ്പോടോ എന്നോ കുറച്ച് മെല്ലെപ്പോ എന്നൊക്കെ പറയും. ഇയാൾ ഒന്നും മിണ്ടുന്നില്ല. കുലുക്കം അയാളെ ബാധിക്കുന്നില്ല എന്ന പോലെ. പെട്ടെന്നാണ് വണ്ടി ഒരു വലിയ ഗട്ടറിൽ വീണത്. വണ്ടിയുടെ എൻജിൻ ഒന്ന് കിതച്ചു. പിന്നെ ഓഫായി. കൂരിരുട്ട്. ചുറ്റും കാട് പിടിച്ച പറമ്പുകൾ. മഴയുടെ ശബ്ദം മാത്രം. രവിക്ക് നെഞ്ചിടിപ്പ് കൂടി. ചേട്ടാ, വണ്ടി ഒന്ന് നിന്നു. പ്ലഗ് നനഞ്ഞതാവും. ഇപ്പോൾ ശരിയാക്കാം, രവി പറഞ്ഞു. അയാൾ ടോർച്ചെടുത്ത് പുറത്തിറങ്ങി. മഴ ചന്നം ഭിന്നം പെയ്യുന്നു. രവി ഓട്ടോയുടെ പിന്നിലേക്ക് പോയി എൻജിൻ കവർ തുറന്നു. അപ്പോൾ അയാൾ ഒരു കാഴ്ച കണ്ടു. ഓട്ടോയുടെ പിൻസീറ്റിൽ യാത്രക്കാരൻ ഇരിക്കുന്നു. ടോർച്ചിൻ്റെ വെളിച്ചം അയാളുടെ മുഖത്ത് വീണു. അയാൾ ചിരിക്കുകയാണോ? അല്ല, വായ അല്പം തുറന്നിരിക്കുന്നു. പക്ഷേ കണ്ണുകൾ, ആ കണ്ണുകളിൽ കൃഷ്ണമണിയില്ല. വെറും വെളുപ്പ് മാത്രം. രവി ഞെട്ടി കണ്ണു തിരുമി നോക്കി. അടുത്ത നിമിഷം അയാൾ കണ്ടത് സാധാരണ കണ്ണുകളാണ്. തൻ്റെ തോന്നലായിരിക്കും. ഉറക്കം തൂങ്ങുന്നതുകൊണ്ടായിരിക്കും. പെട്ടെന്നാവട്ടെ, യാത്രക്കാരൻ പറഞ്ഞു. ഇത്തവണ ശബ്ദത്തിന് പഴയ മുഴക്കമില്ല. സാധാരണ ശബ്ദം. രവി ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. ഇപ്പോൾ ശരിയാക്കാം. രവി പ്ലഗ് ഊരി തുണി കൊണ്ട് തുടച്ച് വീണ്ടും തിരിച്ചു വെച്ചു. വണ്ടിയിലേക്ക് കയറി കിക്കറടിച്ചു. വണ്ടി സ്റ്റാർട്ടായി.
യാത്ര തുടർന്നു. പക്ഷേ രവിയുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. ആ കണ്ണുകൾ, വെറും വെളുപ്പ് നിറമുള്ള കണ്ണുകൾ, അത് തോന്നലായിരുന്നോ? അതോ? രവി ഹനുമാൻ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചു. ഡാഷ്ബോർഡിൽ ഒട്ടിച്ചു വെച്ചിരുന്ന ഗണപതിയുടെ പടത്തിലേക്കൊന്ന് നോക്കി. വണ്ടി ഇപ്പോൾ റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഒറ്റയടിപ്പാതയിലാണ്. ഇരുവശത്തു നിന്നും മരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. റോഡിൻ്റെ ഇരുവശങ്ങളും കാട് പിടിച്ച് കിടക്കുന്നു. അവിടെ വീടുകൾ കുറവാണ്. ഉള്ള വീടുകൾ തന്നെ റോഡിൽ നിന്ന് വളരെ അകലെയും. സമയം 11:45 കാണും. ഇവിടെ നിർത്ത്, യാത്രക്കാരൻ പെട്ടെന്ന് പറഞ്ഞു. രവി ഞെട്ടി ബ്രേക്ക് ചവിട്ടി. വണ്ടി റോഡിൻ്റെ നടുവിൽ നിന്നു. ചുറ്റും നോക്കി. ഇവിടെ ഒന്നുമില്ല, വെറും കാട്. ഇവിടെയോ? പള്ളിയുടെ അവിടേക്ക് ഇവിടെ നിന്ന് ഇനിയും 2 കിലോമീറ്റർ ഉണ്ടല്ലോ, രവി ചോദിച്ചു. ഇവിടെ മതി, അയാൾ തീർത്തു പറഞ്ഞു. ഇവിടെ ഇറങ്ങിയിട്ട് ഇയാൾ എങ്ങോട്ട് പോകാനാണ്? വഴിവിളക്ക് പോലുമില്ല. പക്ഷെ തർക്കിക്കാൻ നിന്നില്ല. വേഗം പണം വാങ്ങി സ്ഥലം വിടണം. രവി മീറ്റർ നോക്കി. 180. ഡബിൾ തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ, 360. രവി തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. പിന്നിൽ അനക്കമുണ്ട്. സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്ന ശബ്ദം. തുരുമ്പിച്ച ഗേറ്റ് തുറക്കുന്നത് പോലൊരു ശബ്ദം കേട്ടോ? ഇല്ല, അത് കാറ്റു വീശിയതാകും. ഒരു കൈ രവിയുടെ തോളിൽ സ്പർശിച്ചു. രവി വിറച്ചുപോയി. ആ സ്പർശനം, അത് മനുഷ്യൻ്റെ കൈയായിരുന്നില്ല. ഐസ് കട്ട വെച്ചതുപോലെ തണുത്തുറഞ്ഞ ജീവനില്ലാത്ത ഒരു സ്പർശനം. രോമകൂപങ്ങളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. രവി മെല്ലെ തിരിഞ്ഞു നോക്കി. അവിടെ ആരുമില്ല. പിൻസീറ്റ് ശൂന്യമാണ്. രവിക്ക് ശ്വാസം നിലച്ചു പോകുമെന്ന് തോന്നി. അയാൾ ചുറ്റും നോക്കി. വണ്ടി നിർത്തിയിട്ടതാണ്. ഇറങ്ങിപ്പോയാൽ ശബ്ദം കേൾക്കണ്ടേ? രവി വണ്ടിയുടെ പുറത്തിറങ്ങി ടോർച്ചടിച്ചു. റോഡിൻ്റെ ഇരുവശവും നോക്കി. ആരുമില്ല. മഴയിൽ കുതിർന്ന റോഡ് മാത്രം. കാലൊച്ചകളില്ല. പക്ഷേ ഓട്ടോയുടെ പിൻസീറ്റിൽ ആ യാത്രക്കാരനിരുന്ന സ്ഥലത്ത് ഒരു നനവ് പടർന്നിരിക്കുന്നു. അവിടെ സീറ്റിൽ 2 പഴയ 100 രൂപ നോട്ടുകൾ ഇരിക്കുന്നു. കാറ്റിലത് പറന്നു പോകുന്നില്ല. ആരോ ഭാരമുള്ള എന്തോ വെച്ചതുപോലെ അത് അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. രവി ആ നോട്ടുകൾ എടുക്കാൻ മടിച്ചു. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾ ടോർച്ച് വെളിച്ചത്തിൽ ആ നോട്ടുകൾ സൂക്ഷിച്ചു നോക്കി. പഴയ ഗാന്ധിപ്പടമുള്ള നോട്ടുകൾ. ആ നോട്ടുകളിൽ ചെളിയുടെ പാടുകളുണ്ട്. അത് കയ്യിലെടുക്കാൻ രവിക്ക് ധൈര്യം വന്നില്ല. പക്ഷേ വണ്ടിക്കുള്ളിൽ ആ പഴയ ഗന്ധം, പഴകിയ തുണിയുടെയും നനഞ്ഞ മണ്ണിൻ്റെയും ഗന്ധം, അതിപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുന്നു. അയാൾക്ക് മനം പുരട്ടാൻ തുടങ്ങി. പെട്ടെന്ന് കാറ്റിൻ്റെ ദിശ മാറി. റബ്ബർ തോട്ടത്തിൽ നിന്നൊരു ചൂളം വിളി. അല്ല, അതൊരു കരച്ചിലായിരുന്നോ? രവി വണ്ടിയിലേക്ക് ചാടിക്കയറി കിക്കറടിച്ചു. സ്റ്റാർട്ടാകുന്നില്ല. ദൈവമേ! കൈകൾ വിറയ്ക്കുന്നതുകൊണ്ട് താക്കോൽ തിരിക്കാൻ പാടുപെട്ടു. വണ്ടി സ്റ്റാർട്ടായി. ഗിയറിടാൻ നോക്കുമ്പോൾ കൈ വഴുതി പോകുന്നു. എങ്ങനെയോ ഗിയർ വീണു. രവി ആക്സിലേറ്റർ തിരിച്ചു. വണ്ടി മുന്നോട്ട് കുതിച്ചു. മുന്നോട്ട് പോകുന്തോറും റിയർ വ്യൂ മിററിലേക്ക് നോക്കാൻ രവി ഭയന്നു. പുറകിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? ആ തണുപ്പ് അതിപ്പോഴും വണ്ടിക്കുള്ളിലുണ്ട്. കഴുത്തിനു പിന്നിൽ ആരോ ശ്വാസം വിടുന്നതുപോലെ. രവി കരയാൻ തുടങ്ങി. അറിയാതെ കണ്ണീർ കവിളിലൂടെ ഒഴുകി. കൃഷ്ണ, ഗുരുവായൂരപ്പ! അയാൾ വണ്ടി നിർത്താതെ ഓടിച്ചു. കുഴികളൊന്നും അറിഞ്ഞില്ല. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ റോഡിൻ്റെ വശത്ത് ഒരു ചെറിയ വെളിച്ചം കണ്ടു. ഒരു തട്ടുകട. ജീവിതത്തിൽ ഇത്രയും ആശ്വാസം രവിക്ക് ഇന്നുവരെ തോന്നിയിട്ടില്ല. അയാൾ വണ്ടി കടയുടെ മുന്നിലേക്ക് ഒതുക്കി നിർത്തി. ബ്രേക്ക് പിടിച്ചപ്പോൾ വണ്ടി തെന്നി നീങ്ങി. രവി വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി. കാലുകൾക്ക് ബലമില്ലാത്തതുപോലെ. തട്ടുകടയിൽ ആരുമില്ല. കടക്കാരൻ നാണുവേട്ടൻ പാത്രങ്ങൾ കഴുകുകയാണ്. ആരാ അത്? രവിയോ? നാണുവേട്ടൻ വിളക്കിൻ്റെ വെളിച്ചത്തിൽ നോക്കി. നാണുവേട്ട, ഒരൽപ്പം വെള്ളം. രവിയുടെ ശബ്ദം പതറിയിരുന്നു. നാണുവേട്ടൻ ഒരു ഗ്ലാസ് വെള്ളം നീട്ടി. രവി അത് ഒറ്റ വലിക്ക് കുടിച്ചു. എന്താടാ, എന്താ മുഖം വല്ലാതിരിക്കുന്നേ? വല്ല പട്ടിയും കുറുകെ ചാടിയോ? രവി കിതച്ചുകൊണ്ട് കസേരയിലേക്കിരുന്നു. നാണുവേട്ട, ഞാനൊരു ഓട്ടം വന്നതാ, വടക്കേക്കരയിലേക്ക്. നാണുവേട്ടൻ പാത്രം കഴുകുന്നത് നിർത്തി. വടക്കേക്കരയോ? ഈ പാതിരാത്രിക്കോ? ആര് വിളിച്ചിട്ടാ? ഒരാൾ സ്റ്റാൻഡിൽ നിന്ന് കയറി. പഴയ പള്ളിയുടെ അവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞു. പക്ഷേ പാതി വഴിയിൽ റബ്ബർ തോട്ടത്തിൻ്റെ അവിടെ വെച്ച്. രവിക്ക് മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല. നാണുവേട്ടൻ ഗൗരവത്തോടെ രവിയെ നോക്കി. റബ്ബർ തോട്ടത്തിൻ്റെ അവിടെ? ആ വളവിലാണോ? രവി തലയാട്ടി.
അയാൾ കാശ് തന്നോ? നാണുവേട്ടൻ ചോദിച്ചു. രവി വിറയ്ക്കുന്ന കൈകളോടെ പോക്കറ്റിൽ നിന്ന് ആ 2 നോട്ടുകൾ പുറത്തെടുത്ത് മേശപ്പുറത്ത് വെച്ചു. നാണുവേട്ടൻ ആ നോട്ടുകളിലേക്ക് നോക്കി. അയാളുടെ മുഖം വിളറി. രവി, നീ ഈ നോട്ട് എവിടെ നിന്നാണ് എടുത്തത്? അയാൾ തന്നതാ, രവി പറഞ്ഞു. ഈ നോട്ട് ഇത് കണ്ടോ? നാണുവേട്ടൻ ടോർച്ചടിച്ച് കാണിച്ചു കൊടുത്തു. നോട്ടിൻ്റെ മൂലയിൽ മഷി കൊണ്ട് ഒരു പേര് എഴുതിയിരുന്നു, ജോസഫ്. കൂടെ ഒരു തീയതിയും, 12/6/1998. ഇത് ജോസഫ് ഏട്ടൻ്റെ കൈയക്ഷരമാ, നാണുവേട്ടൻ പരുങ്ങലോടെ പറഞ്ഞു. 20 കൊല്ലം മുമ്പ് ഇതേ ദിവസം ആ റബ്ബർ തോട്ടത്തിലെ വളവിൽ വെച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് ജോസഫ് ചേട്ടനെ കാണാതായതാ. അത് കേട്ട് രവിയുടെ രക്തം ഉറഞ്ഞുപോയി. അന്ന് ചേട്ടൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ടായിരുന്നു. ആരും അത് കണ്ടെടുത്തില്ല. ബോഡി കിട്ടിയപ്പോൾ പോക്കറ്റ് കീറിയിരുന്നു. രവി ആ നോട്ടുകളിലേക്ക് ഉറ്റുനോക്കി. അതിൽ പറ്റിയിരുന്ന ചെളി അത് സാധാരണ ചെളിയായിരുന്നില്ല, ശവപ്പറമ്പിലെ മണ്ണിൻ്റെ നിറം. നാണുവേട്ടൻ പറഞ്ഞ വാക്കുകൾ രവിയുടെ തലച്ചോറിൽ ഒരു മുഴക്കം പോലെ തങ്ങി നിന്നു. ജോസഫ്, മരണം, 20 കൊല്ലം. ടേബിളിലിരിക്കുന്ന ആ 2 നോട്ടുകളിലേക്ക് നോക്കാൻ രവി ഭയന്നു. കാറ്റിലവ ഒന്നിളകിയപ്പോൾ ജീവനുള്ള എന്തോ ഒന്നനങ്ങിയതുപോലെ രവി ഞെട്ടി കസാരയ്ക്ക് പിന്നിലേക്ക് നീങ്ങി. നിനക്ക് ആള് മാറിയതാവും രവി, നാണുവേട്ടൻ സ്വയം സമാധാനിപ്പിക്കാൻ എന്നവണ്ണം പറഞ്ഞു. പക്ഷെ അയാളുടെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നു. അയാൾ ഗ്ലാസുകൾ കഴുകുന്നത് നിർത്തി. കൈ തോർത്തിക്കൊണ്ട് അടുത്തു വന്നു. അല്ല നാണുവേട്ടാ, എനിക്ക് തെറ്റില്ല. ആ മുഖം, ആ കണ്ണുകൾ, പിന്നെ ഈ നോട്ടുകളും, ഇത് സാധാരണമല്ല. രവിയുടെ തൊണ്ട വരളുന്നുണ്ടായിരുന്നു. നാണുവേട്ടൻ നെടുവീർപ്പിട്ടു. ജോസഫേട്ടൻ ഒരു പാവമായിരുന്നു. രാത്രി ഓട്ടം കഴിഞ്ഞു വരുമ്പോഴായിരുന്നു ആ അപകടം. അന്ന് ആരും തുണയ്ക്കുണ്ടായിരുന്നില്ല. മഴയത്ത് ചോര വാർന്ന് കുറേ നേരം കിടന്നുവെന്നാണ് പോലീസ് പറഞ്ഞത്. അയാൾ ആ പഴയ കഥ പറയുമ്പോൾ പുറത്ത് മഴയുടെ ശക്തി കൂടി. തട്ടുകടയുടെ ടർപ്പോളിൻ ഷീറ്റ് കാറ്റിൽ അടിച്ചുകൊണ്ടിരുന്നു. ആ ശബ്ദം ആരോ വാതിലിൽ മുട്ടുന്നത് പോലെയാണ് തോന്നിച്ചത്. ഈ പൈസ, രവി വിറയലോടെ ചൂണ്ടി. ഇത് ഞാനെന്ത് ചെയ്യണം? നാണുവേട്ടൻ പിന്നോട്ട് മാറി. എനിക്കെന്തായാലും അത് വേണ്ട. നീ ഇത് വല്ല അമ്പലത്തിലോ പള്ളിയിലോ ഇട്ടേക്ക്, അല്ലെങ്കിൽ കളഞ്ഞേക്ക്. അത് കൈവശം വയ്ക്കുന്നത് നല്ലതല്ല. രവി ആ നോട്ടുകളിലേക്ക് നോക്കി. 200 രൂപ. നാളെ രാധയ്ക്ക് മരുന്ന് വാങ്ങണം. മോളുടെ ഫീസുണ്ട്. ഭയം ഒരു വശത്തുണ്ടെങ്കിലും ദാരിദ്ര്യം മറുവശത്ത് പല്ലിടിച്ച് കാണിക്കുന്നു. കളയാൻ മനസ്സ് വരുന്നില്ല. ഇത് വെറും തോന്നലാണെങ്കിലോ, അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ പറ്റിച്ചതാണെങ്കിലോ? പക്ഷേ ആ തണുപ്പ്, ആ മണം, അത് യാഥാർത്ഥ്യമായിരുന്നു. ഒടുവിൽ വിറയ്ക്കുന്ന കൈകളോടെ രവി ആ നോട്ടുകൾ ചുരുട്ടി കാക്കി ഷർട്ടിൻ്റെ പോക്കറ്റിലിട്ടു. അത് നെഞ്ചിനോട് ചേർന്ന് കിടക്കുമ്പോൾ ഒരു ഐസ് കട്ട വെച്ചതുപോലെ തോന്നി. ഞാൻ പോട്ടെ നാണുവേട്ടാ, നേരം വൈകി. സൂക്ഷിച്ചു പോ, വേഗം വീട്ടിലെത്താൻ നോക്ക്, നാണുവേട്ടൻ പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു. രവി ഓട്ടോയിലേക്ക് നടന്നു. മഴയത്ത് നനഞ്ഞു കിടക്കുന്ന ഓട്ടോറിക്ഷ ഇപ്പോൾ ഒരു സാധാരണ വാഹനമായി തോന്നിച്ചില്ല. ഇരുട്ടിൽ പതുങ്ങി നിൽക്കുന്ന ഒരു ജന്തുവിനെ പോലെ. അയാൾ കയറുന്നതിനു മുമ്പ് പിൻസീറ്റിലേക്ക് ഒന്നുകൂടി നോക്കി. ആരുമില്ല. നേരത്തെ കണ്ട നനവ് ഇപ്പോൾ ഉണങ്ങിയിരിക്കുന്നു. സീറ്റ് പഴയതുപോലെ തന്നെ. അപ്പോൾ താൻ കണ്ടത് തൻ്റെ തോന്നലായിരുന്നോ? രവി ഡ്രൈവിംഗ് സീറ്റിൽ കയറി. റിയർവ്യൂ മിറർ അയാൾ തിരിച്ചു വെച്ചു. പിന്നിലെ സീറ്റ് കാണാത്ത വിധത്തിൽ. ഇനി പിന്നിലേക്ക് നോക്കില്ല. നേരെ വീട്ടിലേക്ക്. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. തട്ടുകടയുടെ വെളിച്ചം അകന്നുപോയി. വീണ്ടും ഇരുട്ട്. ഇത്തവണ ഭയം ഇരട്ടിയായിരുന്നു. താൻ തനിച്ചാണോ വണ്ടിയിൽ? പിന്നിൽ തൻ്റെ കഴുത്തിന് തൊട്ടുപിന്നിലായി ആരെങ്കിലും ശ്വാസമടക്കിയിരിക്കുന്നുണ്ടോ? വണ്ടിയുടെ ഭാരം കൂടിയതുപോലെ രവിക്ക് തോന്നി. കയറ്റങ്ങളിൽ വണ്ടി കിതയ്ക്കുന്നു. സാധാരണ സെക്കൻഡ് ഗിയറിൽ കയറുന്ന കയറ്റം ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ടും വണ്ടി മുരണ്ടുകൊണ്ട് കഷ്ടിച്ച് കയറുന്നു. ആരോ വണ്ടിയിലുണ്ട്. രവിയുടെ മനസ്സ് മന്ത്രിച്ചു. ഇല്ല, ഇതെൻ്റെ തോന്നലാണ്. വണ്ടിക്ക് പണ്ടേ കംപ്ലൈൻ്റ് ഉള്ളതാണ്. അയാൾ സ്വയം തിരുത്തി. റോഡിലെ ഓരോ മരവും ഓരോ രൂപങ്ങളായി തോന്നി. കാറ്റിലാടുന്ന വാഴയിലകൾ കൈകൾ വീശി വിളിക്കുന്നത് പോലെ. പെട്ടെന്ന് വണ്ടിയുടെ ഉള്ളിൽ നേരത്തെ അനുഭവപ്പെട്ട ആ ഗന്ധം തിരിച്ചു വന്നു. പഴകിയ തുണിയുടെയും നനഞ്ഞ മണ്ണിൻ്റെയും ഗന്ധം. രവി ശ്വാസം പിടിച്ചു. മൂക്കിലേക്ക് തുളച്ചു കയറുന്നത് ആ മരണഗന്ധമാണ്. ഓം നമഃ ശിവായ. രവി മന്ത്രങ്ങൾ ഉരുവിട്ട് ആക്സിലേറ്റർ തിരിച്ചു.
വണ്ടി ചീറിപ്പായുകയാണ്. കുഴികളൊന്നും നോക്കുന്നില്ല. വീടെത്തണം, വെളിച്ചം കാണണം. 1 കിലോമീറ്റർ കൂടി. വലത്തോട്ട് തിരിഞ്ഞാൽ വീടിൻ്റെ വഴിയായി. ഇടവഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ കണ്ടു വീടിൻ്റെ മുൻവശത്തെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. രാധ ഉറങ്ങിയിട്ടില്ല. ആ വെളിച്ചം കണ്ടപ്പോൾ രവിയുടെ ശ്വാസം നേരെ വീണു. അയാൾ ഗേറ്റിൻ്റെ മുന്നിൽ വണ്ടി നിർത്തി. എൻജിൻ ഓഫ് ചെയ്യാതെ തന്നെ ചാടി ഇറങ്ങി ഗേറ്റ് തുറന്നു. പിന്നെ വണ്ടി വീട്ടുമുറ്റത്തേക്ക് കയറ്റി. പോർച്ചിൽ വണ്ടി നിർത്തി എൻജിൻ ഓഫ് ചെയ്തപ്പോൾ ഉണ്ടായ നിശബ്ദതയ്ക്ക് വല്ലാത്ത കനമുണ്ടായിരുന്നു. രവി വണ്ടിയിൽ നിന്നിറങ്ങി. സാധാരണ ചെയ്യാറുള്ളതുപോലെ വണ്ടി ഷീറ്റ് കൊണ്ട് മൂടിയില്ല. അതിനുള്ള ധൈര്യമില്ല. വേഗം വരാന്തയിലേക്ക് കയറി. വാതിൽ തുറന്ന് രാധ നിൽക്കുന്നു. എന്താ വൈകിയത്? ഞാൻ പേടിച്ചുപോയി. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. രാധയുടെ മുഖത്ത് പരിഭ്രമം. രവി ഫോൺ നോക്കി. സൈലൻറ്റിലായിരുന്നു. 5 മിസ്ഡ് കോളുകൾ. മഴയായിരുന്നു. പിന്നെ ഒരു ഓട്ടം കിട്ടി. രവി പറഞ്ഞു. ശബ്ദമിടറാതിരിക്കാൻ അയാൾ പാടുപെട്ടു. അകത്തേക്ക് കയറി വാതിൽ കുറ്റിയിട്ടു. വീടിനുള്ളിലെ പരിചിതമായ ഗന്ധം. സംപ്രാണിത്തിരിയുടെയും കുട്ടിയുടെ പൗഡറിൻ്റെയും മണം. അത് രവിക്ക് ആശ്വാസം നൽകി. പുറത്തെ ഇരുട്ടും ആ ഓട്ടോറിക്ഷയും ഇപ്പോൾ വേറെ ഏതോ ലോകത്താണെന്ന് തോന്നി. കഴിക്കാനെടുക്കട്ടെ? രാധ ചോദിച്ചു. വേണ്ട, വിശപ്പില്ല. ഞാനൊന്ന് കിടക്കട്ടെ. രവി ഷർട്ട് അഴിച്ചു. പോക്കറ്റിലെ ആ 2 നോട്ടുകൾ അതെടുക്കാൻ കൈ വിറച്ചു. അയാൾ ആ നോട്ടുകളെടുത്ത് മേശപ്പുറത്ത് പഴയൊരു പുസ്തകത്തിൻ്റെ ഇടയിൽ തിരുകി വെച്ചു. ദൈവത്തിൻ്റെ പടമുള്ള കലണ്ടറിന് തൊട്ടു താഴെ. എന്നിട്ട് കൈ കഴുകാൻ ബാത്റൂമിലേക്ക് പോയി. പൈപ്പ് തുറന്ന് മുഖത്തേക്ക് വെള്ളമൊഴിച്ചു. കണ്ണാടിയിൽ നോക്കിയപ്പോൾ സ്വന്തം മുഖം കണ്ട് രവി ഞെട്ടി. കണ്ണുകൾ വല്ലാതെ ചുവന്നിരിക്കുന്നു. മുഖമാകെ വാടിയതുപോലെ. അപ്പോഴാണ് അയാൾ അത് ശ്രദ്ധിച്ചത്. ബാത്റൂമിലെ എയർ ഹോളിലൂടെ പുറത്തെ കാറ്റിൻ്റെ ശബ്ദം കേൾക്കാം. പക്ഷെ അതല്ല. പുറത്ത് പോർച്ചിൽ ഓട്ടോറിക്ഷയുടെ അടുത്തു നിന്ന് ഒരു ശബ്ദം. ഇരുമ്പ് ഗേറ്റ് മെല്ലെ ആടുന്നതുപോലെ. രവി ശ്വാസമടക്കി നിന്നു. താൻ ഗേറ്റ് പൂട്ടിയിരുന്നില്ലേ? അതെ, വണ്ടി അകത്തേക്ക് കയറ്റിയതിന് ശേഷം ഗേറ്റ് കുറ്റിയിട്ടതാണ്. പിന്നെങ്ങനെ? എന്താ മനുഷ്യ നിങ്ങൾ ഈ നോക്കി നിൽക്കുന്നത്? രാധയുടെ ചോദ്യം കേട്ട് രവി ഞെട്ടിത്തിരിഞ്ഞു. ഒന്നുമില്ല. വന്ന് കിടക്കാൻ നോക്ക്, നേരം വെളുക്കാറായി, രാധ പറഞ്ഞു. രവി ബെഡ്റൂമിലേക്ക് നടന്നു. മോൾ നല്ല ഉറക്കമാണ്. രാധയും കിടന്നു. രവി ലൈറ്റ് അണച്ചു. മുറിയിലേക്ക് ഇരുട്ട് ഒഴുകിയെത്തി. പക്ഷെ രവിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ചെവികൾ പുറത്തെ ശബ്ദങ്ങൾക്ക് വേണ്ടി കൂർപ്പിച്ചിരിക്കുകയാണ്. മഴയുടെ ശബ്ദം കുറഞ്ഞിരിക്കുന്നു. തുള്ളികൾ വീഴുന്ന ശബ്ദം മാത്രം. പെട്ടെന്ന് മുറിക്കുള്ളിൽ വീണ്ടും ആ ഗന്ധം. വളരെ നേർത്തതായി, പക്ഷേ വ്യക്തമായി. രവി പുതപ്പ് തലവഴി മൂടി. ഇത് തോന്നലാണ്, വെറും തോന്നൽ. പക്ഷേ ആ ഗന്ധം, അത് അടുത്തു വരുന്നു. കട്ടിലിൻ്റെ അരികിലേക്ക്. രവിയുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർന്നു. താൻ കൊണ്ടുവന്നത് വെറും പണം മാത്രമാണോ? അതോ ആ പണത്തോടൊപ്പം മറ്റെന്തെങ്കിലും കൂടി ഈ വീട്ടിലേക്ക് കടന്നു വന്നോ? രവി മെല്ലെ പുതപ്പ് മാറ്റി നോക്കി. മുറിയിൽ കൂരിരുട്ടാണ്. പക്ഷെ ജനലിൻ്റെ കർട്ടൻ അനങ്ങുന്നുണ്ട്. ജനൽ അടച്ചിട്ടതാണ്. പിന്നെങ്ങനെ കർട്ടൻ അനങ്ങും? രവി എഴുന്നേറ്റ് ലൈറ്റിടാൻ കൈ നീട്ടി. സ്വിച്ചിൽ വിരൽ തൊടുന്നതിന് തൊട്ടു മുമ്പ് അയാളുടെ കൈത്തണ്ടയിൽ ഒരു തണുപ്പ് തട്ടി. ഒരു വിരൽ സ്പർശം പോലെ. തണുത്തുറഞ്ഞ ഒരു വിരൽ. രവി അലറിക്കരയാനാഞ്ഞതാണ്. പക്ഷെ ശബ്ദം പുറത്തു വന്നില്ല. രവി! രാധയുടെ വിളി. രവി ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വിളിച്ചത് അവളല്ല. അപ്പോൾ പിന്നെ ആരാണ് തൻ്റെ പേര് വിളിച്ചത്? ആ ശബ്ദം, നേരത്തെ ഓട്ടോയിൽ കേട്ട അതേ ശബ്ദം. ഇവിടെ അടുത്തെത്തി. ആ ശബ്ദം പറഞ്ഞു. രവി സ്വിച്ചിട്ടു. മുറിയിൽ വെളിച്ചം നിറഞ്ഞു. ആരുമില്ല. രാധയും മോളും ഉറങ്ങുന്നു. കർട്ടൻ അനങ്ങുന്നില്ല. ജനൽ ഭദ്രമായി അടച്ചിരിക്കുന്നു. എല്ലാം ശാന്തം. രവി വിയർത്തു കുളിച്ചു. തൻ്റെ ഭാവനയാണോ? അതോ തനിക്ക് ഭ്രാന്ത് പിടിക്കുന്നതാണോ? അയാൾക്ക് തൊണ്ട വരളുന്നുണ്ടായിരുന്നു. വെള്ളം കുടിക്കണം. അടുക്കളയിലേക്ക് പോകാൻ മുറിക്ക് പുറത്തിറങ്ങണം. ധൈര്യം സംഭരിച്ച അയാൾ വാതിൽ തുറന്നു. ഹാൾ ഇരുളടഞ്ഞു കിടക്കുന്നു. അടുക്കളയിലേക്കുള്ള വഴിയിൽ ഡൈനിങ് ടേബിളിൻ്റെ അരികിലൂടെ നടക്കുമ്പോൾ രവി താഴേക്ക് നോക്കി. അവിടെ തറയിൽ നനഞ്ഞ ചെളി കൊണ്ടുള്ള ഒരു കാൽപ്പാട്. മുറ്റത്തെ ചെളി. വാതിലിൻ്റെ അടുത്തു നിന്ന് തുടങ്ങി രവി പണം വെച്ച മേശയുടെ അരികിലേക്ക്. അവിടുന്ന് രവിയുടെ ബെഡ്റൂമിൻ്റെ വാതിൽക്കിലേക്ക് നീളുന്ന ഒറ്റ കാൽപ്പാടുകൾ. വലതുകാലിൻ്റെ പാട് മാത്രം. അതു പാതി വഴിയിൽ മാഞ്ഞു പോയിരിക്കുന്നു. രവി ഭിത്തിയിൽ ചാരി നിന്നു. വാതിൽ പൂട്ടിയിട്ടുണ്ട്. ജനലുകളെല്ലാം അടച്ചിട്ടുണ്ട്.
പിന്നെങ്ങനെ? അയാൾ വിറയലോടെ ആ മേശപ്പുറത്തേക്ക് നോക്കി. പുസ്തകങ്ങൾക്കിടയിൽ വെച്ചിരുന്ന നോട്ടുകൾ, അവ അവിടെ തന്നെയുണ്ടോ? അതോ? രവിയുടെ നോട്ടം മേശയുടെ താഴേക്ക് നീണ്ടു. ആ 2 നോട്ടുകൾ തറയിൽ കിടക്കുന്നു. അതിൻ്റെ മുകളിൽ ഒരു തുള്ളി വെള്ളം. അല്ല, വെള്ളമല്ല, ചുവന്ന നിറമുള്ള ഒരു തുള്ളി. രക്തമോ അതോ തുരുമ്പോ? പുറത്ത് പോർച്ചിൽ നിന്നും വീണ്ടും ഒരു ശബ്ദം. ഇത്തവണ അത് ഗേറ്റ് തുറക്കുന്ന ശബ്ദമായിരുന്നില്ല, ഓട്ടോറിക്ഷയുടെ കിക്കർ അടിക്കുന്ന ശബ്ദം. ആരും തൊടാതെ വണ്ടി സ്റ്റാർട്ടാകാൻ ശ്രമിക്കുന്നു. രവിയുടെ ഹൃദയം നിലച്ചു പോകുമെന്ന് തോന്നി. പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി രവി കുറച്ചു നേരം നിന്നു. പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ എൻജിൻ ശബ്ദം നിലച്ചിരുന്നുവെങ്കിലും അതിൽ നിന്ന് പുറപ്പെടുന്ന ചൂട് മുറ്റത്തെ തണുത്ത കാറ്റിൽ പോലും അനുഭവിക്കാമായിരുന്നു. അതൊരു സാധാരണ യന്ത്രത്തിൻ്റെ ചൂടായിരുന്നില്ല. പനി പിടിച്ച മനുഷ്യൻ്റെ ശരീരം പോലെ വണ്ടി ചുട്ടുപഴുത്തിരിക്കുന്നു. വാതിലിന് പിന്നിൽ രാധയുടെ ശ്വാസഗതി കേട്ടു. അവൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റിരിക്കുന്നു. അവൾ പേടിച്ചിട്ടുണ്ടെന്ന് രവിക്ക് മനസ്സിലായി. ഞാനൊന്ന് ടൗൺ വരെ പോയിട്ട് വരാം. വണ്ടിയുടെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ നാളെ രാവിലെ സ്റ്റാർട്ടാവില്ല. രവി നുണ പറഞ്ഞു. രാധ സംശയത്തോടെ നോക്കി. ഈ പാതിരാത്രിക്കോ? നാളെ രാവിലെ നോക്കിയാൽ പോരെ? പോരാ, നാളെ ഞായറാഴ്ചയല്ലേ, വർക്ക്ഷോപ്പ് അവധിയായിരിക്കും. സുമേഷിൻ്റെ വീട്ടിൽ ചെന്ന് നോക്കാം, അവൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. രാധയെ സമാധാനിപ്പിക്കാൻ രവി പാടുപെട്ടു. സത്യം പറഞ്ഞാൽ അവൾ വിശ്വസിക്കില്ല. മാത്രമല്ല, ഭയം അവളെ തളർത്തും. രവി ഷർട്ട് എടുത്തിട്ടു. മേശപ്പുറത്ത് കിടന്ന ആ 2 പഴയ നോട്ടുകൾ എടുക്കാൻ കൈ നീട്ടിയപ്പോൾ വിരലുകൾ വിറച്ചു. അത് വെറും കടലാസല്ല, കറുത്തിയത്തിൻ്റെ ഭാരമുള്ള ലോഹത്തകിടുകൾ പോലെ തോന്നി. രവി അതൊരു കവറിലാക്കി പോക്കറ്റിൽ വെച്ചു. ഇനി ഇതിവിടെ വെക്കാൻ പാടില്ല. നാണുവേട്ടൻ പറഞ്ഞ ആ സ്ഥലത്ത്, ആ റബ്ബർ തോട്ടത്തിലെ വളവിൽ ഇത് ഉപേക്ഷിക്കണം. എന്നാലേ ഈ ബാധ ഒഴിയൂ. അയാൾ മുറ്റത്തേക്കിറങ്ങി വണ്ടിയിൽ കയറി. സ്റ്റിയറിങ്ങിൽ പിടിച്ചപ്പോൾ കൈകൾ മരവിച്ചു. സീറ്റിലിരിക്കുമ്പോൾ രവിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. സീറ്റിൻ്റെ കുഷീനുകൾക്കിടയിൽ നിന്ന് നേരത്തെ കേട്ട ആ നേർത്ത ഞരക്കം, അത് വണ്ടിയുടെ സ്പ്രിങ്ങിൻ്റെ ശബ്ദമാണോ അതോ വേറെന്തെങ്കിലുമാണോ? രവി റിയർവ്യൂ മിറർ മുകളിലേക്ക് തിരിച്ചു വെച്ചു. പിന്നിലെ സീറ്റ് കാണരുത്, കാണാൻ ആഗ്രഹമില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇത്തവണ ഒറ്റയടിക്ക് തന്നെ വണ്ടി മുരണ്ടു. പക്ഷെ ആ ശബ്ദത്തിന് ഒരു പരുക്കൻ സ്വഭാവമുണ്ടായിരുന്നു. ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങി. വടക്കേക്കരയിലേക്കുള്ള വഴിയിൽ കോടമഞ്ഞിറങ്ങി തുടങ്ങിയിരുന്നു. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മഞ്ഞിൽ തട്ടി ചിതറിപ്പോകുന്നു. കാഴ്ച അവ്യക്തമാണ്. രവി വേഗത കൂട്ടി. എത്രയും പെട്ടെന്ന് ആ സ്ഥലത്തെത്തണം. റോഡിൻ്റെ ഇരുവശത്തു നിന്നും മരങ്ങൾ വണ്ടിക്ക് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. കാറ്റിൽ അവകുലയുമ്പോൾ വലിയ കൈകൾ വണ്ടിയെ പിടിക്കാൻ വരുന്നതുപോലെ തോന്നി. ഏകദേശം പകുതി ദൂരമെത്തിയപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ വീണ്ടും ആ ഗന്ധം നിറഞ്ഞു. നനഞ്ഞ മണ്ണ്, പഴകിയ തുണി, ഒപ്പം പുതിയൊരു ഗന്ധം കൂടി. വാടിയ പൂക്കളുടെ ഗന്ധം, ശവമഞ്ചത്തിൽ വയ്ക്കുന്ന പൂക്കളുടെ മണം. രവി ശ്വാസം പിടിച്ചു. എന്തുകൊണ്ടോ പുറത്തെ കാറ്റ് അകത്തേക്ക് കയറുന്നില്ല. വണ്ടിക്കുള്ളിൽ വായു നിശ്ചലമാണ്. ജോസഫ്, രവി അറിയാതെ വിളിച്ചുപോയി. മറുപടി പ്രതീക്ഷിച്ചില്ല. പക്ഷെ മറുപടിയായി വണ്ടിയുടെ മീറ്റർ ബോക്സിൽ നിന്നൊരു ശബ്ദം കേട്ടു. മീറ്റർ ഓണായില്ല. രവി അത് ഓഫാക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ മീറ്ററിലെ നമ്പറുകൾ കറങ്ങുന്നു. മുന്നോട്ടല്ല, പിന്നോട്ട്. റീഡിങ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. രവി ഞെട്ടിത്തെറിച്ചു. വണ്ടി നിർത്താൻ ബ്രേക്കിൽ ചവിട്ടി. ബ്രേക്ക് പിടിക്കുന്നില്ല. പെഡൽ തറയിൽ മുട്ടിയിട്ടും വണ്ടി നിൽക്കുന്നില്ല. വേഗത കൂടുന്നതേയുള്ളൂ. ദൈവമേ, സ്റ്റിയറിങ് തൻ്റെ നിയന്ത്രണത്തിലല്ലെന്ന് രവിക്ക് തോന്നി. റോഡിലെ കുഴികൾ ഒഴിവാക്കി വളവുകൾ കൃത്യമായി തിരിഞ്ഞ് വണ്ടി അതിൻ്റേതായ വഴിക്ക് നീങ്ങുകയാണ്. രവി വെറും ഒരു സാക്ഷി മാത്രമായി ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. ഭയം കൊണ്ട് തൊണ്ടയിൽ ശബ്ദം കുരുങ്ങി. അവസാനം ആ റബ്ബർ തോട്ടത്തിലെ വളവെത്തി. ജോസഫ് മരിച്ച സ്ഥലം. വണ്ടി തനിയെ വേഗത കുറച്ച് റോഡിൻ്റെ വശത്തേക്ക് ഒതുങ്ങി നിന്നു. എൻജിൻ ഓഫായി. കൂരിരുട്ട്, ചിവീടുകളുടെ ശബ്ദം മാത്രം. രവി വിറയ്ക്കുന്ന കൈകളോടെ പോക്കറ്റിൽ നിന്ന് ആ കവറെടുത്ത് വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ നോക്കി. നിലത്തു കുത്തിയ കാൽവഴുതി രവി റോഡിലേക്ക് വീണു. നിലത്തെ ചെളിയിൽ മുഖമടിച്ചു വീണ രവി വേഗം എഴുന്നേറ്റു. കയ്യിലെ കവർ ആ മരച്ചൂട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. എനിക്ക് നിന്റെ പണം വേണ്ട, എനിക്കൊന്നും വേണ്ട, എന്നെ വെറുതെ വിട്ടാൽ മാത്രം മതി. രവി അലറിക്കരഞ്ഞു. ആ ശബ്ദം ആ തോട്ടത്തിൽ പ്രതിധ്വനിച്ചു. കവർ ചെന്ന് വീണത് ഒരു ചെറിയ കുറ്റിക്കാട്ടിലാണ്. അവിടെ രവിയുടെ ടോർച്ച് വെളിച്ചം അവിടേക്ക് നീണ്ടു. കവർ വീണ സ്ഥലത്ത്, കാട് പിടിച്ച് കിടക്കുന്ന വള്ളിപ്പടർപ്പുകൾക്കിടയിൽ തുരുമ്പിച്ചൊരു ലോഹഭാഗം. രവി ഞെട്ടി. കവർ വീണ സ്ഥലത്ത്, കാട് പിടിച്ച് കിടക്കുന്ന വള്ളിപ്പടർപ്പുകൾക്കിടയിൽ തുരുമ്പിച്ചൊരു ലോഹഭാഗം. രവി
ഒരു പഴയ ഓട്ടോറിക്ഷയുടെ ഹാൻഡിൽ ബാർ പോലെ എന്തോ ഒന്ന്. രവിക്ക് ആകാംക്ഷ അടക്കാനായില്ല. ഭയമുണ്ടെങ്കിലും അയാൾ ഒരടി മുന്നോട്ട് വെച്ചു. അയാൾ കാർഡ് വകഞ്ഞു മാറ്റി നോക്കി. അതെ, മണ്ണിൽ പുതഞ്ഞുപോയ പൂർണ്ണമായും തുരുമ്പിച്ച ഒരു ഓട്ടോറിക്ഷയുടെ അവശിഷ്ടങ്ങൾ, വർഷങ്ങൾ പഴക്കമുള്ളത്. അതിൻ്റെ നമ്പർ പ്ലേറ്റ് പാതിയും ദ്രവിച്ചു പോയിരുന്നു. എങ്കിലും ടോർച്ച് വെളിച്ചത്തിൽ അവസാനത്തെ അക്കങ്ങൾ അവ വ്യക്തമായി കാണാം. 829. രവിയുടെ ശ്വാസം നിലച്ചു. സ്വന്തം വണ്ടിയുടെ നമ്പറിലേക്ക് അയാൾ നോക്കി. 829. ഇതൊരു യാദൃശ്ചികതയാണോ? അതോ നാണുവേട്ടൻ പറഞ്ഞ ജോസഫിൻ്റെ വണ്ടി ഇതാണോ? അങ്ങനെയാണെങ്കിൽ ജോസഫിൻ്റെ വണ്ടിയും തൻ്റെ വണ്ടിയും ഒരേ നമ്പറാണോ? അതോ? രവി സ്വന്തം വണ്ടിയിലേക്ക് തിരിഞ്ഞു നോക്കി. താൻ ഓടിച്ചു വന്ന വണ്ടി അവിടെ നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ വണ്ടിക്ക് വല്ലാത്തൊരു മാറ്റം. അതൊരു പുതിയ വണ്ടിയല്ല, വർഷങ്ങളുടെ പഴക്കമുണ്ട്. പെയിൻറ് ഇളകിയിരിക്കുന്നു, ടയറുകൾ തേഞ്ഞിരിക്കുന്നു. രവിയുടെ തല പെരുത്തു. ആരാണ് ജോസഫ്? ആരാണ് താൻ? ഈ നോട്ടുകൾ? അയാൾ വലിച്ചെറിഞ്ഞ കവറിലേക്ക് നോക്കി. കവർ തുറന്ന് നോട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. കാറ്റിൽ ആ നോട്ടുകൾ പറന്നു പോകുമായിരിക്കുമെന്ന് രവി കരുതി. പക്ഷേ ഇല്ല. ആ നോട്ടുകൾ അവ മണ്ണിൽ നിന്ന് ഉയർന്നു പൊങ്ങി. കാറ്റിലല്ല, അദൃശ്യമായ ഏതോ കൈകൾ അവയെ എടുത്തതുപോലെ. അവ സാവധാനം ഓട്ടോറിക്ഷയുടെ ഉള്ളിലേക്ക് ഒഴുകി നീങ്ങി. പിൻസീറ്റിൽ പോയിരുന്നു. രവിക്ക് ഭ്രാന്ത് പിടിക്കുന്നതുപോലെ തോന്നി. ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. അയാൾ വണ്ടിയിലേക്ക് ഓടിക്കയറി കിക്കറടിച്ച് വണ്ടി സ്റ്റാർട്ടാക്കി. തിരിഞ്ഞു നോക്കാതെ അയാൾ വണ്ടി വിട്ടു. തിരിച്ചുള്ള യാത്രയിൽ രവി കരയുകയായിരുന്നു. മനസ്സ് നിറയെ ചോദ്യങ്ങൾ. ആ തുരുമ്പിച്ച വണ്ടി, അതിന് എൻ്റെ വണ്ടിയുടെ അതേ നമ്പർ. എന്താണിതിനർത്ഥം? പെട്ടെന്ന് വണ്ടിയുടെ ഉള്ളിലെ വെളിച്ചം ഒന്ന് മിന്നി. മീറ്റർ ബോക്സിലെ ലൈറ്റ് തെളിഞ്ഞു. രവി മീറ്ററിലേക്ക് നോക്കി. അതിലിപ്പോൾ പണം കാണിക്കുന്നില്ല. പകരം ചുവന്ന അക്ഷരത്തിൽ ഒരു വാക്ക് തെളിഞ്ഞു വരുന്നു. രവി കണ്ണുകൾ തിരുമ്മി നോക്കി. അത് മലയാളത്തിലായിരുന്നു. വഴിതെറ്റി. രവി വണ്ടി നിർത്താൻ നോക്കി. വണ്ടി നിൽക്കുന്നില്ല. ഇപ്പോൾ വണ്ടി പോകുന്നത് ടൗണിലേക്കല്ല. റോഡിൻ്റെ വശങ്ങളിലെ കാഴ്ചകൾ മാറുന്നു. പരിചയമില്ലാത്ത വഴികൾ. മരങ്ങൾക്കിടയിലൂടെ പഴയ ശവക്കല്ലറുകൾ കാണാം. ഇതൊരു സെമിത്തേരിയുടെ വഴിയാണോ? നിനക്ക് വഴി തെറ്റി രവി. തൊട്ടടുത്തു നിന്ന് രവിയുടെ കാതുകളിൽ ആ ശബ്ദം മുഴങ്ങി. പിൻസീറ്റിലല്ല. ഇപ്പോൾ ആ ശബ്ദം വരുന്നത് രവിയുടെ തൊട്ടടുത്തു നിന്നാണ്. ഡ്രൈവർ സീറ്റിൽ രവിയുടെ ഇടതുവശത്ത് ആ യാത്രക്കാരൻ ഇരിക്കുന്നു. അയാളുടെ ശരീരം മുഴുവൻ ചെളി പുരണ്ടിരിക്കുന്നു. മുഖം പാതിയും തകർന്നിരിക്കുന്നു. അയാൾ രവിയെ നോക്കി ചിരിച്ചു. പല്ലുകളില്ലാത്ത ചോരയൊലിക്കുന്ന വായ തുറന്ന് അയാൾ പറഞ്ഞു, ഇന്നലെ നീ ഓട്ടോ സ്റ്റാൻഡിൽ ഉറങ്ങിപ്പോയതാ. നീ ഇപ്പോഴും ഉറക്കത്തിലാ. ഉണരണ്ടേ? രവി അലറിക്കരഞ്ഞു. വണ്ടി നിയന്ത്രണം വിട്ട് റോഡിലെ ഒരു വലിയ മരത്തിലേക്ക് പാഞ്ഞു കയറി. വലിയൊരു ശബ്ദം. പിന്നെ എല്ലാം ഇരുട്ട്. കനത്ത ശ്വാസം മുട്ടിക്കുന്ന ഇരുട്ട്. രവി കണ്ണു തുറക്കാൻ ശ്രമിച്ചു. കൺപോളകൾക്ക് 1000 ടണ്ണിൻ്റെ ഭാരം. താൻ മരിച്ചോ? ആ മരത്തിലിടിച്ചുള്ള വലിയ ശബ്ദം. പിന്നെ നിശബ്ദത. പക്ഷേ മരണത്തിന് ഇത്രയും കയ്പുണ്ടോ? വായിൽ കരിയുടെയും പുകയുടെയും രുചി. മൂക്കിൽ രൂക്ഷമായ ഗന്ധം. നെഞ്ചിൽ ആരോ വലിയൊരു പാറക്കല്ലെടുത്തു വെച്ചതുപോലെ. ശ്വാസമെടുക്കാൻ വയ്യ. ഉണരൂ രവി. ആ ശബ്ദം വീണ്ടും. പക്ഷെ ഇത്തവണ അത് ഭയപ്പെടുത്തുന്നതായിരുന്നില്ല. ഒരപേക്ഷ പോലെ. രവി സർവശക്തിയുമെടുത്ത് കണ്ണു തുറന്നു. മുന്നിൽ മരമില്ല. തകർന്ന വണ്ടിയില്ല. കാഴ്ച മങ്ങി കാണുന്നു. മുന്നിൽ ഓട്ടോറിക്ഷയുടെ വിൻഷീൽഡ് മാത്രം. അതിലൂടെ പുറത്തെ മങ്ങിയ വെളിച്ചം കാണാം. രവി കൈ അനക്കാൻ നോക്കി. ശരീരം തളർന്നു പോയിരിക്കുന്നു. താൻ എവിടെയാണ്? ചുറ്റും പുക നിറഞ്ഞിരിക്കുന്നു. ഓട്ടോയുടെ ഉള്ളിൽ നിറയെ വെളുത്ത പുക മാത്രം. അയാൾ ശ്വാസം കിട്ടാതെ ചുമച്ചു. തൊണ്ട പൊട്ടുന്ന വേദന. ഇത് വടക്കേക്കരയിലെ റോഡല്ല. പുറത്ത് മഴയുടെ ശബ്ദം കേൾക്കാം. ഒപ്പം ദൂരെ നിന്ന് ഒരു ലോറി പോകുന്ന ശബ്ദവും. രവി ഓട്ടോയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. അയാൾ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് നനഞ്ഞ റോഡിലേക്ക് മറിഞ്ഞു വീണു. തണുത്ത മഴവെള്ളം മുഖത്ത് വീണപ്പോൾ രവിക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. അയാൾ ആർത്തി പിടിച്ച് ശ്വാസം വലിച്ചു. ശുദ്ധവായു ശ്വാസകോശത്തിലേക്ക് ഇരച്ചു കയറി. തലകറക്കം സാവധാനം മാറി വന്നു. കാഴ്ച തെളിഞ്ഞു. അയാൾ ചുറ്റും നോക്കി. താൻ വടക്കേക്കരയിലല്ല, ടൗൺ ഹാളിൻ്റെ മുന്നിലെ ഓട്ടോ സ്റ്റാൻഡിൽ തന്നെയാണ്. സമയം വെളുപ്പിന് 4 മണിയോടടുക്കുന്നു. തെരുവ് വിളക്കുകൾ അണഞ്ഞിട്ടില്ല. തൻ്റെ വണ്ടി സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്നു. എഞ്ചിൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പുക പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു.
രവി വേച്ചു വണ്ടിയുടെ അടുത്തേക്ക് ചെന്ന് എൻജിൻ ഓഫ് ചെയ്തു. എന്താണ് സംഭവിച്ചത്? അയാൾ വണ്ടിയുടെ പിൻഭാഗത്തേക്ക് നടന്നു. സൈലൻസർ പൈപ്പ് മണ്ണിൽ അമർന്നിരിക്കുകയായിരുന്നു. രാത്രി വണ്ടി പുറകോട്ടെടുത്തപ്പോൾ സ്റ്റാൻഡിൻ്റെ അറ്റത്തുള്ള മൺതിട്ടയിൽ സൈലൻസർ ഇടിച്ചു കയറിയതാണ്. മണ്ണുകൊണ്ട് പൈപ്പ് അടഞ്ഞുപോയിരിക്കുന്നു. രവി തറയിൽ ഇരുന്ന് കിതച്ചു. അയാൾക്ക് കാര്യങ്ങൾ പതിയെ വ്യക്തമായി തുടങ്ങി. താൻ വടക്കേക്കരയിലേക്ക് പോയിട്ടില്ല. ജോസഫിനെ കയറ്റിയിട്ടില്ല. രാത്രി 11:30 സ്റ്റാൻഡിൽ വെച്ച് ബീഡി വലിച്ച ശേഷം താൻ അറിയാതെ മയങ്ങിപ്പോയതാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത ശേഷം ഉറക്കത്തിൽ കാൽ ആക്സിലേറ്ററിൽ അമർന്നിട്ടുണ്ടാകാം. അടഞ്ഞ സൈലൻസറിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് വണ്ടിക്കുള്ളിൽ നിറഞ്ഞു. നിശബ്ദ കൊലയാളി, ഗന്ധമില്ലാത്ത വിഷപ്പുക. ആ പുക ശ്വസിച്ചപ്പോൾ തലച്ചോറ് വിഭ്രാന്തികൾ കാണിച്ചതാണ്. ആ യാത്ര, ജോസഫ്, പള്ളി, വീട്ടിലെ സംഭവങ്ങൾ എല്ലാം. ശരീരം ഓക്സിജൻ കിട്ടാതെ പിടഞ്ഞപ്പോൾ മനസ്സുണ്ടാക്കിയ ഒരു പേടി സ്വപ്നം. ആ ഭാരം, നെഞ്ചിലെ തടസ്സം, ശരീരം അനങ്ങാത്ത അവസ്ഥ എല്ലാം കാർബൺ മോണോക്സൈഡ് വിഷബാധയുടെ ലക്ഷണങ്ങളായിരുന്നു. രവി ആശ്വാസത്തോടെ ചിരിച്ചു. കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ദൈവമേ, വെറുമൊരു സ്വപ്നം. ഭയം ഒഴിഞ്ഞുപോയി. പ്രേതമില്ല, ഒന്നുമില്ല. താൻ ജീവിച്ചിരിക്കുന്നു. ഇനി വീട്ടിലേക്ക് പോകാം. രാധയെയും മോളെയും കെട്ടിപ്പിടിച്ചുറങ്ങാം. അയാൾ വണ്ടിയിൽ കയറാൻ തുനിഞ്ഞു. അപ്പോഴാണ് സീറ്റിൽ എന്തോ കിടക്കുന്നത് കണ്ടത്. പിൻസീറ്റിൽ. രവിയുടെ ഹൃദയമിടിപ്പ് വീണ്ടും ഉയർന്നു. അയാൾ ടോർച്ചടിച്ചു നോക്കി. അതൊരു സ്വപ്നമായിരുന്നില്ലേ? പിൻസീറ്റിലെ റെക്സിംഗ് കവറിൽ ഒരു കീറലുണ്ടെന്ന് രവിക്കറിയാം. ആ കീറലിൻ്റെ ഇടയിൽ നിന്ന് പഴയൊരു പേപ്പർ കഷ്ണം പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അതൊരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ്. വളരെ പഴയത്, മഞ്ഞ നിറം ബാധിച്ചത്. രവി വിറയ്ക്കുന്ന കൈകളോടെ അത് വലിച്ചെടുത്തു. അതൊരു പഴയ മലയാളം പത്രത്തിൻ്റെ കഷ്ണമായിരുന്നു. അതിൽ മങ്ങിയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയുണ്ട്. ഒരു ഓട്ടോ ഡ്രൈവറുടെ ഫോട്ടോ. താഴെ വാർത്ത: വടക്കേക്കരയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. വടക്കേക്കര സ്വദേശി ജോസഫ് എന്ന 42-കാരനാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. രവി സ്തബ്ധനായി നിന്നു. താൻ ഈ വണ്ടി വാങ്ങിയിട്ട് 3 വർഷമായി. ഇതിനു മുമ്പ് ഈ വണ്ടി ആരുടേതായിരുന്നു എന്നറിയില്ല. അയാൾ സീറ്റിൻ്റെ അടിഭാഗം ഉയർത്തി നോക്കി. അവിടെ ടൂൾ ബോക്സിൻ്റെ അടിയിൽ തുരുമ്പിച്ച ഒരു തകിടിൽ പെയിന്റ് കൊണ്ട് എഴുതിയിരിക്കുന്നു: ജോസഫ്, വടക്കേക്കര. രവിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. ഇതൊരു സ്വപ്നമായിരുന്നില്ല. അല്ലെങ്കിൽ ഒരു സാധാരണ സ്വപ്നം മാത്രമായിരുന്നില്ല. വിഷപ്പുക ശ്വസിച്ച് താൻ മരണത്തിൻ്റെ വക്കിലെത്തിയപ്പോൾ തന്നെ വിളിച്ചുണർത്താൻ വന്നതാണ് ജോസഫ്. നീ ഉറക്കത്തിലാണ്, ഉണരണ്ടേ എന്ന് ചോദിച്ചത് തന്നെ കൊല്ലാനല്ല, രക്ഷിക്കാനായിരുന്നു. ആ ഭയപ്പെടുത്തുന്ന യാത്ര, ആ അപകടം, അതെല്ലാം തൻ്റെ തലച്ചോറിനെ ഞെട്ടിച്ച് ഉണർത്താനുള്ള ജോസഫിൻ്റെ ശ്രമമായിരുന്നു. രവി ആകാശത്തേക്ക് നോക്കി. മഴ പൂർണ്ണമായും തോർന്നിരിക്കുന്നു. കിഴക്കൻ ചക്രവാളത്തിൽ വെളിച്ചം വീണു തുടങ്ങി. നന്ദി, രവി മന്ത്രിച്ചു. ഇത്തവണ ഭയമില്ലാതെ. അയാൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സൈലൻസറിൽ കയറിയ മണ്ണ് ഒരു വടി കൊണ്ട് കുത്തിക്കളഞ്ഞു. വീട്ടിലേക്കുള്ള യാത്രയിൽ രവിക്ക് വല്ലാത്തൊരു സമാധാനം തോന്നി. താൻ തനിച്ചല്ല. ഇരുളിലെ യാത്രയിൽ കാണാത്ത ഏതോ കൈകൾ സംരക്ഷണമായി കൂടെയുണ്ട്. ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് കയറുമ്പോൾ രാധ വരാന്തയിലിരിക്കുന്നുണ്ടായിരുന്നു. എന്താ മനുഷ്യ ഇത്? നേരം വെളുക്കാറായി. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഞാൻ പേടിച്ച് ചത്തു. രാധ ഓടി വന്നു. രവി വണ്ടിയിൽ നിന്നിറങ്ങി അവളെ ചേർത്ത് പിടിച്ചു. ഒന്നുമില്ല രാധേ, വണ്ടി ഒന്ന് പണിമുടക്കി. ഞാനൊന്ന് മയങ്ങിപ്പോയി. എന്തോ എടുക്കാൻ അയാൾ പോക്കറ്റിൽ കൈയിട്ടു. പക്ഷെ വിരലുകൾ തടഞ്ഞത് മറ്റൊരു കടലാസിലാണ്. രവി അത് പുറത്തെടുത്തു. പഴയ 2 100 രൂപ നോട്ടുകൾ. നനഞ്ഞ ചെളി പുരണ്ട ജോസഫ് എന്നു പേരെഴുതിയ ആ പഴയ നോട്ടുകൾ. അത് ഒരു സ്വപ്നമായിരുന്നില്ല. രവി ആ നോട്ടുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. അയാളത് രാധയെ കാണിച്ചില്ല. അത് മടക്കി പേഴ്സിൻ്റെ ഉള്ളിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ചു. അതൊരു കടമല്ല, അതൊരു സമ്മാനമാണ്. ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ ഒരോർമ്മ. അകത്തുനിന്ന് മോളുടെ കരച്ചിൽ കേട്ടു. ദേ വരുന്നു. രവി അകത്തേക്ക് കയറി വാതിലടച്ചു. പുറത്ത് പോർച്ചിൽ കിടന്ന ഓട്ടോയുടെ റിയർവ്യൂ മിററിൽ അതിരാവിലെയുള്ള സൂര്യരശ്മി തട്ടി തിളങ്ങി. അവിടെ ആരുമില്ല. ആ സീറ്റുകളിൽ ഇപ്പോൾ ആ പഴയ ഗന്ധമില്ല. പകരം മഴ കഴിഞ്ഞുള്ള പുതുമണ്ണിൻ്റെയും പൂത്ത വാഗപ്പൂവിൻ്റെയും സുഗന്ധം മാത്രം.